ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്ന പ്രശ്നം നമുക്കുണ്ട്. നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പല കാര്യങ്ങളിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് പെർഫെക്ഷനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട് എപ്പോഴും സ്പോട്ട്ലെസ് ആയിട്ടിരിക്കണം, അങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ മാറ്റിയെടുത്തേ പറ്റുള്ളൂ. ഒരു സക്സസ്ഫുൾ ഹോം മേക്കർ എന്ന് പറഞ്ഞാൽ എല്ലാ മുക്കും മൂലയും കറക്റ്റായിട്ട് പോളിഷ് ചെയ്ത് വെക്കുന്ന ഒരാളല്ല. മറിച്ച് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഹാപ്പി ആയിട്ടിരിക്കുക, അവർ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു പെർഫെക്റ്റ് ഹോം എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ അവിടെ നമുക്കൊരു സമാധാനം ഉണ്ടാവും. അപ്പം റിയൽ ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചിട്ടയും അതുപോലെ കംഫർട്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. എല്ലാം കറക്റ്റായിട്ട് പോളിഷ്ഡായിട്ട് ഇരിക്കണം എന്നുള്ള ആ ഒരു നമ്മളുടെ കോൺസെപ്റ്റ് അങ്ങ് വിട്ടുകളയുക, ആ ഒരു പ്രഷറിൽ നിന്നും നമ്മൾ റിലീസാവുക, എന്നിട്ട് നമ്മുടെ വീടിനെ കൂടുതൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യുന്നതല്ല സക്സസ്. നമുക്ക് നമ്മുടെ ഫാമിലിക്ക് ഡെയിലി ലൈഫിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ടാക്കുക, ഇംപെർഫെക്ഷനോട് കൂടി ഒരു സ്പേസ് ഉണ്ടാവുക എന്നുള്ളതാണ് റിയൽ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും പെർഫെക്ഷൻ്റെ പുറകെ പോകരുത്. ഈ ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ. ഇന്നത്തോടെ നമ്മൾ നിർത്തുകയാണ്, ഇത് നടക്കില്ലല്ലോ. അപ്പം നമുക്ക് ചില ദിവസങ്ങളിൽ കുറേ ജോലികൾ ചെയ്യാൻ പറ്റാതെ ഉണ്ടാവും. അപ്പോൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ഇന്ന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ആ ഒരു കാര്യത്തിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ചെറിയ സ്റ്റെപ്സ് ആയിരിക്കാം, ലൈക്ക് ഒരു ഷെൽഫ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ചെറിയ മീൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, വീടൊക്കെ നന്നായിട്ടൊന്ന് ഒതുക്കിയിട്ടുണ്ടാവും. ഇതെല്ലാം നല്ല അടിപൊളി കാര്യങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ പെർഫെക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതിനൊന്നും നമുക്ക് വില തോന്നില്ല. എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ടായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോഗ്രസ്സിനെ വാല്യൂ ചെയ്യുമ്പോൾ നമ്മളുടെ എഫേർട്ടും നമ്മുടെ വളർച്ചയ്ക്കും ഒക്കെ നമ്മളത് തിരിച്ചറിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു അപ്രോച്ച് നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേനും നമ്മുടെ സ്ട്രെസ്സ് കുറയും, നമുക്ക് മോട്ടിവേഷൻ കൂടുകയും ചെയ്യുന്നു. നമ്മൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, ജേർണൽ ചെയ്യുക. നമ്മുടെ വീട് പിക്ചർ പെർഫെക്റ്റ് ആവുന്നില്ല, നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ, ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റിയതിനെ ഓർത്തിട്ട് നമ്മൾ അഭിമാനിക്കുക. കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണില്ല എന്നുള്ളത് ഒരു നോർമൽ കാര്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. ഒരു വീടും പെർഫെക്റ്റ് അല്ല അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു പെർഫെക്ഷൻ അച്ചീവ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എക്സോസ്റ്റഡ് ആവും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വീട്ടിൽ സാഹചര്യം വ്യത്യാസത്തിലായിരിക്കും. നമ്മൾ ചെയ്യുന്ന ആൾക്കാരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ അതിനെ ഓർത്ത് കമ്പയർ ചെയ്യുന്നത്? പൊടി ഉണ്ടാവും, എന്താ പറയുക, തുണികൾ കുന്നുകൂടും, ചിലപ്പോൾ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ മാറിക്കെടുക്കും. ഇതെല്ലാം സംഭവിക്കും. അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യുക, അതൊരു നോർമൽ പാർട്ട് ഓഫ് ലൈഫാണ് എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ പെർഫെക്ഷനിസത്തിൻ്റെ പിന്നാലെ നമ്മൾ ആ ഒരു ട്രാപ്പിൽ പെട്ടു പോവാതിരിക്കുക. ആൾക്കാർ ജീവിക്കുന്നൊരു വീടാണോ, അവിടെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിക്കെടുക്കും അല്ലേ. അല്ലെങ്കിൽ അത് പൂട്ടി എല്ലാം കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ പൂട്ടിയിട്ടിട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു ഇംപെർഫെക്ഷനെ നമ്മൾ നമ്മുടെ തോൽവിയായിട്ട് കാണാതെ ജസ്റ്റ് അതിനൊന്ന് റിമൈൻഡ് ചെയ്യുക ദാറ്റ് ഈ വീട്ടിൽ എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ മാറിക്കെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇംപെർഫെക്ഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കുറയും. കുറച്ചും കൂടി നമ്മൾ അതിൽ വർക്ക് ഓൺ ചെയ്യും, എന്ത് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. അത് നമുക്കൊരു സമാധാനവും നമുക്ക് ഈ ഹോം മേക്കിങ്ങിനെ ഒന്ന് എൻജോയ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. എന്നും അതൊരു ബേർഡനായിട്ട് നമ്മൾ കൊണ്ടുപോകാതെ. അടുത്തത് എന്താണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. കാരണം നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു വർക്കിംഗ് വുമൺ ആണെങ്കിൽ പ്രയോറിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ ടാസ്ക്കും ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും എല്ലാതും നമുക്ക് ഒരുപോലെ കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും നമുക്ക് സാറ്റിസ്ഫാക്ഷനും കിട്ടുന്ന ആ ഒരു ടാസ്കിലോട്ട് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലൈക്ക് ഇപ്പം നമുക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ കിച്ചൺ അത്യാവശ്യം യൂസബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ വെക്കുക, ലോണ്ട്രി മാനേജബിൾ ആക്കുക, ബെഡ്റൂംസ് ഒന്ന്
ഓക്കെ ആയിട്ടിരിക്കുക. അതുപോലെ വിൻഡോസൊക്കെ വെട്ടിത്തിളങ്ങണം അങ്ങനെയൊന്നും വെക്കാതെ നമുക്ക് പറ്റുമ്പോൾ കാര്യങ്ങൾ ചെയ്യാം. അപ്പം അങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കാര്യവും പെർഫെക്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി സ്ട്രെസ് ഔട്ട് ആവില്ല. ഈ പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് തളരുകയുള്ളൂ. സോ നമ്മുടെ എനർജി അങ്ങ് പോവും. നമുക്ക് വേറൊരു കാര്യത്തിനും സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എനർജി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക, നമ്മളെ തന്നെ സ്ട്രെസ്ഡ് ഔട്ട് ആക്കാതെ. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് കൊണ്ടുവരണം. അതുപോലെ നമ്മുടെ റുട്ടീൻസ് ഫ്ലെക്സിബിൾ ആക്കുക. നല്ല ടൈറ്റായിട്ടുള്ള റുട്ടീൻസ് വെച്ചാൽ നല്ല പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അത് വീണ്ടും പെർഫെക്ഷനിസത്തിലോട്ട് കൊണ്ടുപോകും. ലൈക്ക് നമ്മുടെ ലൈഫിൽ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല അല്ലേ. കുട്ടികൾക്ക് ചിലപ്പോൾ അസുഖങ്ങൾ വരാം, പെട്ടെന്ന് ഗസ്റ്റ് വരാം, നമുക്ക് തന്നെ വയ്യാണ്ടാവാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ റുട്ടീൻസ് ബ്രേക്ക് ചെയ്യും. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ ഇറ്റ്സ് ഓക്കെ എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ഒരു ദിവസം വീട് വാക്യൂം ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു ദിവസം തുണി അലക്കിയില്ല എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുന്ന ഒരു റുട്ടീൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമുക്ക് അതിൽ റെസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാനും, അല്ലെങ്കിൽ പെട്ടെന്നൊരു സർപ്രൈസ് വന്നാൽ നമുക്ക് ഒരു വിഷമം തോന്നാതിരിക്കുന്ന ടൈപ്പിലുള്ളൊരു റുട്ടീൻ നമ്മൾ ഉണ്ടാക്കി വെക്കും. പിന്നെ ഈ പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിലുള്ളൊരു കുഴപ്പം, എല്ലാം നമ്മൾ ചെയ്താലേ ശരിയാവുള്ളൂ, വേറെ ആരെങ്കിലും ചെയ്താൽ ശരിയാവില്ല. കറക്റ്റാണ്, നമ്മൾ ചെയ്യുന്ന അത്രയും പെർഫെക്റ്റായിട്ട് വേറെ ആരും ചെയ്താലും ചിലപ്പോൾ ശരിയാവില്ല. പക്ഷേ ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെട്ടി ഇട്ട പോലെ വീഴുള്ളൂ. നമ്മൾ മാക്സിമം നമ്മുടെ ഫാമിലീനെയും നമ്മുടെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മൾ ചെയ്യണ പോലെ അവർ ചെയ്യില്ല. കുട്ടികൾ തുണി മടക്കി വയ്ക്കുമ്പോൾ പെർഫെക്റ്റായിട്ടായിരിക്കില്ല അല്ലേ. അതുപോലെ നമ്മുടെ പാർട്ട്നേഴ്സ് ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള മീൽസൊക്കെ ഉണ്ടാക്കും. എല്ലാവരും അവരവരുടെ സ്പേസ് ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടീം വർക്കും നമ്മുടെ ആ സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നത് കുറയുകയൊക്കെ ചെയ്യും അല്ലേ. നമ്മുടെ ആ ഒരു പ്രഷർ കുറയും, നമുക്ക് കൂടുതൽ കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ പെർഫെക്ഷനിസം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ ഫാമിലിക്കും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. അടുത്തൊരു കാര്യം, നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നത് നിർത്തുക. സോഷ്യൽ മീഡിയയിൽ, അതുപോലെ മാഗസിൻസിൽ, നമ്മൾ വേറെ ആൾക്കാരെ വീട്ടിൽ പോകുമ്പോൾ എല്ലാം നമ്മളിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. എന്ത് ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്, ഒരു തരി ഡസ്റ്റ് പോലും ഇല്ല. ഇതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അവരുടെ ഏറ്റവും ഭംഗിയുള്ള മൊമെൻറ്റ്സ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, ഹോൾ റിയാലിറ്റി നമ്മൾ കാണുന്നില്ല. എല്ലായിടത്തും അവർ ചില മെസ്സൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ടാവും, ചില പാത്രങ്ങൾ കഴുകിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ കാണാത്ത അഴുക്കുകളുണ്ടാവും. അപ്പോൾ നമ്മൾ മറ്റുള്ളവർ ഹൈലൈറ്റ് ചെയ്യുന്ന അടിപൊളി കാര്യങ്ങളിലോ വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്താൽ നമുക്ക് എപ്പോഴും സാഡ്നെസ്സാണ് ഉണ്ടാവുള്ളൂ. നമ്മളെപ്പോഴും നമ്മുടെ ഫാമിലിക്ക് എന്താണോ വേണ്ടത്, എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, അത് ആലോചിച്ചാൽ മതി. നമ്മുടെ വീട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വരുന്നുണ്ടോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ ഒരു കമ്പാരിസൺ നമ്മൾ നിർത്തുമ്പോഴത്തേനും നമുക്ക് എക്സ്റ്റേണലി തോന്നുന്ന ആ ഒരു പ്രഷർ നമുക്ക് ഒഴിവാക്കിയെടുക്കാനും പറ്റും, സമാധാനമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. ഇനി നമുക്ക് ഒരു ഗുഡ് ഇനഫ് റൂൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഗുഡ് ഇനഫ് വരെ ചെയ്താൽ മതി. അതായത് നമ്മളൊരു റൂം ടൈഡിയപ്പ് ചെയ്യുമ്പോൾ അത്യാവശ്യം അത് ഭംഗിയായിട്ടിരിക്കുക, ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേനും അത്യാവശ്യം ടേസ്റ്റിൽ ഉണ്ടാക്കുക, അതുപോലെ സ്പോട്ട്ലെസ് ആയിട്ട് കിച്ചൺ ഇരിക്കുന്നതല്ല, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഒതുങ്ങിയിരിക്കുക. ഇതെല്ലാം നമ്മുടെ ഒരു വിക്ടറി തന്നെയാണ്. അപ്പോൾ അതാണ് ഗുഡ് ഇനഫ് റൂൾ എന്ന് പറയുന്നത്, പെർഫെക്റ്റ് ആക്കുന്നതല്ല. അത് നമ്മൾ റിമൈൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെർഫെക്ഷനിസത്തിൻ്റെ കൂടെയല്ല പോകുന്നത്, കറക്റ്റായിട്ട് എങ്ങനെയാണോ ഫങ്ഷണബിളായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്, ഫങ്ഷനിങ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾക്ക് ഒരുപാട് നേരം നമ്മളിങ്ങനെ ഇത് ശരിയാക്കിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതിൽ നിന്നും നമുക്ക് ഒന്ന് പുറത്തു വരാൻ പറ്റുന്നു. അടുത്തത്, നമ്മളോട് തന്നെ കൈൻഡായിട്ടിരിക്കുക. ഈ പറഞ്ഞോട്ട് പെർഫെക്ഷനിസം എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് നമ്മളോടൊരു സ്നേഹം ഉണ്ടാവില്ല. ഈ കാര്യം ചെയ്ത് തീർക്കുക, നമുക്ക് ഇല്ലാത്ത സമയം ഉണ്ടാക്കി നമ്മളിത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ മനസ്സിലുണ്ടാവുക. അപ്പോൾ അത് മാറ്റിയിട്ട് ജസ്റ്റ് നമ്മളൊരു ഫ്രണ്ടിനോട് ഒരു കൈൻഡ് ആവുന്ന പോലെ നമുക്ക് ബ്രേക്ക് കൊടുക്കാനും, നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും, റെസ്റ്റ് കൊടുക്കാനും എല്ലാം ഒന്ന് ട്രൈ ചെയ്യാം. അതല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ തന്നെ തളർന്ന് വല്ലാണ്ടായി പോവും. പിന്നെ നമ്മൾ
എന്താണ് റിയലി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ശരിക്കും നമ്മൾ ഒരു സ്നേഹത്തിൻ്റെ ഒരു എല്ലാവരും കൂടി സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക. ഒരു നമ്മുടെ ഫാമിലിയിലെ എല്ലാവരും ഹാപ്പി ആവുക, ഇതൊക്കെയാണ് ഏറ്റവും ശരിക്കും ഇമ്പോർട്ടൻറ്റ്. പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൂം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല. ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളുടെയും ഹസ്ബൻഡിൻ്റെയും കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ അവിടെ എന്താണ് അതിൽ മീനിങ് ഉള്ളത്? അപ്പോൾ ഈ പെർഫെക്ഷനിസം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബിഗ്ഗർ പേർപ്പസ് മറന്നു പോവും. കുട്ടികൾ ഒരിക്കലും പെർഫെക്റ്റായിട്ട് അമ്മ തുണി മടക്കി വെച്ചു എന്നോ ഒന്നും അവരോർക്കത്തില്ല. അമ്മ കഥ പറഞ്ഞു തന്നതും നല്ല ഫുഡ് ഉണ്ടാക്കിയതും വീട്ടിൽ കംഫർട്ടബിളായിട്ട് ഇരുന്നതും ആ കാര്യങ്ങളൊക്കെയല്ലേ ഓർക്കുള്ളൂ. അപ്പോൾ അത് നമ്മളെപ്പോഴും നമ്മൾ ഓർക്കണം. അപ്പോൾ ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുറ്റങ്ങളും ഇല്ലാത്തൊരു വീടുണ്ടാക്കുക എന്നുള്ളതല്ല, പക്ഷേ ഹാപ്പി ആൻഡ് ഹെൽത്തി ഫാമിലി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ടത്. പിന്നെ നമ്മൾ വലിയ ടാസ്കുകളെ ചെറിയ മാനേജബിൾ സ്റ്റെപ്സായിട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. മറ്റത് നമ്മളെല്ലാം അടുപ്പിച്ച് ചെയ്താൽ നമുക്കൊരിക്കലും കാര്യങ്ങൾ തീരില്ല. സോ നമുക്ക് ഈ വലിയ ടാസ്കുകളെ കുഞ്ഞിതാക്കി ഡുവബിളാക്കി സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ കിച്ചൺ ഹോൾ കംപ്ലീറ്റ് ചെയ്യാതെ ഒരു ദിവസം കൗണ്ടേഴ്സ് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ അപ്ലയൻസസ് നാളെ വൈപ്പ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഓരോ ദിവസത്തേക്ക് ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ഓരോ ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ടാസ്കുകളും ചെയ്ത് തീരുമ്പോൾ നമുക്ക് ആ ഒരു മൊമെൻറ്റം കിട്ടുകയും ചെയ്യും, നമുക്ക് ആവശ്യത്തിന് സമയം കിട്ടുകയും ചെയ്യും. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ എല്ലാം ചെയ്ത് തീർക്കാനും പറ്റും. അതുപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളുടെ ഒരു ഹെൽത്തും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക. ഇപ്പോൾ കുട്ടികളുള്ള വീട്ടിലോ പെറ്റ്സ് ഉള്ള വീട്ടിലോ ഒന്നും അടിപൊളിയായിട്ടിരിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നു എന്നിരിക്കില്ല. ടോയ്സ് എന്തായാലും ഉണ്ടാവും, ഷൂസൊക്കെ വലിച്ചു വാരിയിട്ടിട്ടുണ്ടാവും, ചിലപ്പം കുറേ ഡസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മളൊരു ഷോറൂം പോലെ നമ്മുടെ വീട് ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല അല്ലേ? അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയാലും നടക്കില്ല. അപ്പോൾ ആ കുട്ടികൾ വളരുമ്പോൾ കാര്യങ്ങൾ ശരിയാവും. അങ്ങനെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ഗോൾസ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. നമ്മുടെ സ്കെഡ്യൂൾ ഒരുപാട് ടൈറ്റ്ലി പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പാളിച്ച വരുമ്പോൾ നമുക്ക് ഒരു ഫെയിലിയറായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. അതിന് പകരം നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു റുട്ടീൻ സെറ്റ് ചെയ്യുക, കുറച്ച് ബഫർ ടൈം ഇടുക ഒന്നും ചെയ്യാതെ. അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും ആ ഒരു ടൈം നമുക്ക് അതിന് വേണ്ടി എടുക്കാൻ പറ്റും. കുറച്ച് ടാസ്കുകൾ പ്ലാൻ ചെയ്യുക, പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനും അതുപോലെ വേറെ ഇൻട്രപ്ഷൻസ് വരുമ്പോൾ അതിന് വേണ്ടിയിട്ടും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവില്ല നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിലും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നമ്മൾ തന്നെ ചെയ്യാൻ നോക്കാതെ നമ്മൾ ഓരോരുത്തർക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫാമിലിയും നമ്മളെ ഹെൽപ്പ് ചെയ്യട്ടെ. ഇപ്പം ലോണ്ട്രി മടക്കാനും അതുപോലെ പാത്രങ്ങൾ എടുത്തു വയ്ക്കാനും എല്ലാം അവർക്ക് ഹെൽപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ ഒരു ടീം വർക്കായിട്ട് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. കുറേ കഴിയുമ്പോൾ അവർ കാര്യങ്ങൾ പഠിക്കാൻ ചെയ്യും. അപ്പം നമുക്ക് എന്താ പറയുക, ആ ഒരു എഫേർട്ട് നമുക്ക് കൂടുതൽ ഹെൽപ്ഫുള്ളായി മാറുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും കാര്യങ്ങൾ ചെയ്യട്ടെ. അത് കൂടുതൽ ഫാമിലി ബോണ്ട് ബിൽഡ് ചെയ്യാനും സ്ട്രെസ്സ് മാറ്റിയെടുക്കാനും ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ക്ലീനിങ് ബാലൻസ് ചെയ്യുക. നമ്മൾ ഫുൾ ടൈം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട് എൻജോയ് ചെയ്യാൻ കൂടി പറ്റില്ല. എപ്പോഴും നമ്മളിങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റീസും റെസ്റ്റും ഹോബീസും എല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്കൊരു മണിക്കൂർ കുട്ടികളായിട്ട് കളിക്കാനും ചിരിക്കാനും ബുക്ക് വായിക്കാനും എല്ലാം ഉള്ളതും അതും നമ്മുടെ കൗണ്ടേഴ്സ് വൈപ്പ് ചെയ്യുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുള്ള സമയം നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇനി എന്താ പറയുക, നമ്മളെപ്പോഴും കൺട്രോളിലിരിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മൾ ഒഴിവാക്കുക. നമ്മൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളതാണ് നമുക്ക്. അപ്പോൾ നമുക്ക് തോന്നും എല്ലാം നമ്മുടെ കൺട്രോളിലാണ്, അപ്പോൾ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോയില്ലെങ്കിൽ എല്ലാം തെറ്റിപ്പോകുന്നുള്ള ഒരു പ്രശ്നം വരും. അപ്പോൾ ആ ഒരു സ്ട്രിക്റ്റ് കൺട്രോൾ നമ്മൾ ഒഴിവാക്കുക. കുറച്ച് നേരം ടോയ്സ് താഴേക്ക് എടുക്കട്ടെ, അതുകൊണ്ട് ഒരു ആകാശമൊന്നും ഇടിഞ്ഞ് വീഴില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുക. അതിൻ്റെ അർത്ഥം നമ്മളിതൊക്കെ നിഗ്ലക്റ്റ് ചെയ്യുന്നു എന്നല്ല, നമ്മൾ കൂടുതലും സമാധാനമാണ് ചൂസ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കുക. അതുപോലെ ചെക്ക് ലിസ്റ്റ് നല്ലോണം നോക്കുക.
ഈ ചെക്ക് ലിസ്റ്റ് എപ്പോഴും നല്ലതാണ് അല്ലേ, നമുക്കൊരു മോട്ടിവേറ്റിംഗ് ആണ്. പക്ഷേ നമ്മൾ ഒരിക്കലും എല്ലാ ഐറ്റവും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രഷർ തോന്നരുത്, ഒരു പ്രഷർ കുക്കറിലിരിക്കുന്ന പോലെ തോന്നരുത്. അപ്പോൾ നമ്മൾ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമായിട്ട് മാത്രം അതിനെ യൂസ് ചെയ്യുക. എല്ലാ ടാസ്കുകളും എഴുതി വെക്കുക നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് ചിലപ്പോൾ അതിൽ ഐറ്റംസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ അത് വിഷമിക്കാതെ നെക്സ്റ്റ് ഡേക്ക് നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. അത്രേ ഉള്ളൂ, നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടത്. നമുക്ക് ഈ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് അത് മാറ്റി വയ്ക്കാം. മാക്സിമം ചെയ്യാൻ നോക്കുക. പക്ഷെ പറ്റിയില്ലെങ്കിൽ അതുപോലെ ഓരോ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളിൽ ഹാപ്പി ആയിട്ടിരിക്കുക, അത് സെലിബ്രേറ്റ് ചെയ്യുക, അത് താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. പിന്നെ റെസ്റ്റ് എടുക്കുന്നതിൽ ഒരിക്കലും നമ്മൾ വിഷമിക്കാണ്ടിരിക്കുക. കാരണം നമ്മൾ ടയേർഡായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നല്ലൊരു സമാധാനമുള്ളൊരു വീട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചായ കുടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സീരീസ് കാണോ, എന്താണോ നമ്മളെ ഹാപ്പി ആക്കുന്നത് അല്ലെങ്കിൽ തിരിച്ച് എനർജൈസ്ഡ് ആക്കുന്നത്, ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ നമ്മൾ പെർഫെക്ഷനിസത്തിന് പുറകെ പോകാതെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ള കാര്യത്തിലോട്ടാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പെർഫെക്റ്റ് ക്ലീൻ ആയിട്ടിരിക്കുക, പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുക, അതൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഒരുപാട് പൊട്ടിച്ചിരികളും അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്നതും ഇതൊക്കെ വേണം അല്ലേ. ഈ പറഞ്ഞ പോലെ നമ്മുടെ ബെഡ് പെർഫെക്റ്റ് ആയിട്ടാണോ ഉണ്ടായിരുന്നത്, എല്ലാം അടിപൊളിയായിരുന്നു എന്നല്ല എല്ലാവരും ഓർക്കുക. നമ്മൾ തമ്മിലുള്ള സ്നേഹവും സന്തോഷവും ഒരുമിച്ചുണ്ടായിരുന്ന മൊമെൻറ്റ്സും ഒക്കെയാണ് ഓർക്കുക. അപ്പോൾ ഇംപെർഫെക്റ്റ് ആയാലും ഫ്ലെക്സിബിൾ ആയാലും അതൊന്നും കുഴപ്പമില്ല. ജസ്റ്റ് നമ്മൾ അതിനെ ഒരു ബ്യൂട്ടിഫുൾ പ്രോസസ്സായിട്ട് കണക്കാക്കുക, ഒരു കോമ്പറ്റീഷനായിട്ടൊന്നും കണക്കാക്കരുത്. അപ്പോഴാണ് നമ്മളൊരു ഹാപ്പി ആയിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഹാപ്പി ആകുമ്പോഴാണ് നമുക്ക് ഒരു പെർഫെക്ഷൻ അവിടെ ഉണ്ടായി എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു ഹാപ്പി ഹോം മേക്കർ ആവാനുള്ള കുറച്ച് ടിപ്സ് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. പിന്നെന്താ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.